സംഗതി ഏറ്റിട്ടുണ്ട്, അത് ഉറപ്പാ. എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല. ഏതായാലും വേണ്ടിയിരുന്നില്ല. വെറുതെ ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അത് ആരും അറിയണ്ടെന്ന് രാജമ്മ പറഞ്ഞു. ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ചല്ലേ? അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ? അല്ല, പേടിയൊന്നുമില്ല. പോലീസ് കേസാവുമെന്നാ സംശയം. ചത്താ പ്രശ്നമല്ല. ഞാൻ പറയട്ടോ, എത്ര കൊലപാതകം ചെയ്ത ആളാ. ചന്ദ്രു, നീ ഷാപ്പിലേക്ക് അറിയാം. ഷാപ്പിലേക്കാ വരൂ. അല്ല, വന്ന അവൻ്റെ അടുത്ത് വിഴുമെന്ന് വെച്ചല്ലേ? വെറുതെ വാച കളിക്കാം. അവിടെ പതുങ്ങിയിടാ. അല്ല, കൈക്കെന്ത് പറ്റി? ഒരു ഉറുമ്പ് കടിച്ചതാ. ഉറുമ്പോ? ആ, ഉറുമ്പ്. കുഞ്ഞപ്പാ, നമ്മുടെ വേലാതിനെ ഇങ്ങോട്ട് വന്നു. എന്താ എന്തൊരു ഒന്നേ എന്തേ? വാ. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഏയ്, ഈ കൂലിക്ക് ഉണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്തര. ചെറ്റകൾക്ക് അതേ പറ്റൂ. ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ. പ്രത്യേകിച്ച് കത്തിയേറ്. അതിന് ഇത്തിരി വൈഭവവും കരവിരുതും ഒക്കെ വേണം. ഞാൻ കാണിച്ചുതരാം. ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ. ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചുള്ളെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. വീട് ഇഷ്ടായോ? ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ? ഇല്ല. ചെലവ് പിടിച്ചോടുത്ത് നിൽക്കണില്ല. സാരല്ല, നാളെ തുടങ്ങാം. നിന്റെ തള്ളേന്തിയെ? അമ്മ കടയിൽ പോയേക്കുവാ. വരുമ്പോ കൊടുത്തേക്ക്. ഓട് നാളെ മറ്റന്നാളെ വരുമെന്ന് പറഞ്ഞു. ഇരിക്കൂ, ചായ ഇടാം. വേണ്ട. ചന്ദ്രേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാ പാവൻ രാജമ്മ ചേച്ചീനെ? ഓ, ഇവിടെ എത്തിയോ ന്യൂസ്? സത്യമായിട്ടും അതെ, അവര് പാവാ. വർത്താനം പെരുമാറ്റം ഒക്കെ കണ്ട ഭയങ്കരയാന്ന് തോന്നും. ചന്ദ്രേട്ടനെ പോലെ. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് പറഞ്ഞാലും ചിരിക്കും. അച്ഛന്റെ പുന്നാര മോളായിരുന്നു. ഏതാശയം സാധിച്ചു കൊടുക്കും. അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്നറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ? നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാന്ന് പറഞ്ഞു പോയതാ കരീം. പിന്നെ അയാൾ വന്നില്ല. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത്. നോണ പറഞ്ഞതാ. പറഞ്ഞിട്ട് എന്താ കാര്യം? രാജമ്മ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി. ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ. ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാം? പിഴച്ചുണ്ടായതാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊന്നാളല്ലേ? നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അത് ചാപ്പിള്ളയായിരുന്നു. ഇപ്പൊ ആ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജമ്മ ചേച്ചിയുടെ ഒക്കെ ആയിരുന്നു. 10-100 കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ. ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത്. ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല. നാക്കിനെല്ലില്ലാന്ന് വെച്ച് പറയുന്നതിന് ഒരു ലൈസൻസ് വേണം. പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം, അല്ലെങ്കിൽ ഇനിയും കൊള്ളുവോളെ തല്ല്.
മേടിക്കും അവന്റെ കയ്യിൽ നിന്ന്. ഉവ്വ ഇങ്ങ് വരട്ടെ. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ നോക്കിക്കോ. ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും. ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞ മോന്തയ്ക്കൊഴിക്കും. ചേച്ചിയെ ആഹാ, നീയാ? എന്റെ അടിച്ചതിനകത്ത് കയറരുത്. എന്റെ പൊന്നു ചേച്ചി, ഒരു തെറ്റ് പറ്റിപ്പോയി. കള്ള് തലക്ക് കയറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞുപോയി. അറിഞ്ഞോണ്ടല്ല. നിനക്ക് എന്റെ കൂടെ കിടക്കണം അല്ലടാ? അയ്യോ, മനസ്സാ വാഴ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ? ചേച്ചി എന്നെ ഇന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ. ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ? ചേച്ചി ചേച്ചി ഞാനൊരു സാധനം കൊണ്ടാ വന്നത്. ഇതാ വരാല്. ഇവിടെ വേണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ചേച്ചി ഇത് കറി വെക്കണം. എന്നിട്ട് അതും കൂട്ടി ഉച്ചയ്ക്ക് എനിക്ക് ചോറും തരണം. എന്നിട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ നന്നാക്കി തരാം. ഇവൻ കൊച്ചൂട്ടന്റെ മോൻ തന്നെ. കാല് നക്കാനും കുതികാൽ വെട്ടാനും അച്ഛനേക്കാൾ കേമൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇരുപത്തെട്ടാമത്തെ വയസ്സില് വീട് വയ്ക്കുമെന്ന ഇന്നാളൊരാൾ കൈനോക്കി പറഞ്ഞ. മോളെ, നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവോ? മോളെ, ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തി മുറിക്കും. ഇന്നെങ്കിലും രണ്ടു തരം കൂട്ടാൻ കൂട്ടി അവന് ഇത്തിരി ചോറ് കൊടുക്കണ്ടേ? ഇങ്ങനൊരു വൈഭവം എടുക്കില്ലാത്തൊരു പെണ്ണ്.